ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് എന്തെന്ന് നോക്കിയാലോ. ശ്രുതിയുടെ ഇളയച്ചനെ വളരെ ആദരവോട് ചന്ദ്ര സ്വീകരിച്ച് ശ്രുതിമോളെ ഓടിവാ, നിൻ്റെ ഇളയച്ചൻ വന്നിട്ടുണ്ട്, ഓടിവാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. ശ്രുതി വന്നിട്ട് ഇളയച്ചനോട് പരിഭവം കാണിക്കുന്നു. ഞാൻ മിണ്ടില്ല, ഇവിടെ എല്ലാവരും അച്ഛനെവിടെ എന്ന് ചോദിക്കുന്നു. ആരും ഫോണും എടുക്കുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടത്? അയാൾ ഓടി വന്ന് വാതിലടയ്ക്കുന്നു. എന്തിനാണ് വാതിലടയ്ക്കുന്നതെന്ന് എല്ലാവരുമായി ചോദിക്കുന്നു. ഒരു പാത്രം എടുത്തുകൊണ്ട് വരൂ, വന്നിട്ട് എല്ലാവരോടും ഫോൺ സ്വിച്ച് ഓഫാക്കി അതിലിടാൻ പറയുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫാക്കി പാത്രത്തിലിടുന്നു. ഇവളുടെ അച്ഛൻ നടന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവളുടെ അച്ഛൻ വരാത്തത് എന്താണെന്ന് ചന്ദ്ര ചോദിക്കുന്നു. അപ്പോൾ അയാൾ കരയാൻ തുടങ്ങുന്നു. എന്താ കരയുന്നതെന്ന് ഓരോരുത്തരായി ചോദിക്കുന്നു. നിൻ്റെ അച്ഛൻ മലേഷ്യയിലെ ജയിലിലാണ് ഉള്ളത്, എന്ത് കാര്യമെന്ന് ചോദിച്ചുകൊണ്ട് ശ്രുതി അങ്ങോട്ട് കരയാൻ തുടങ്ങുന്നു. അയ്യോ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് കരയുന്നു. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അവിടുത്തെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പാർട്ട്ണർമാരാണ് ബിസിനസ്സിൽ അദ്ദേഹത്തെ ചതിച്ചത്. അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ പുറത്തിറങ്ങുമായിരിക്കും അല്ലേ എന്ന് ചന്ദ്ര പെട്ടെന്ന് ചോദിക്കുന്നു. ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് സജി പറയുന്നു. നീ മര്യാദയ്ക്കിരിക്കടാ, ഇപ്പോഴും അവളെ അച്ഛൻ ജയിലിലാണെന്ന് പറയുമ്പോഴാണ് അവൻ്റെ ഒരു തമാശ. ശ്രുതി ഉറക്കെ അയ്യോ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് കരയുന്നു. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് സ്വത്തുവകളെയൊക്കെ മരവിപ്പിച്ചിരിക്കുകയാണ്. അയ്യോ ഇനി സ്വത്തൊന്നും കിട്ടുകയില്ലേ എന്ന് പെട്ടെന്ന് ചന്ദ്ര ചോദിക്കുന്നു. ഇല്ല, നമ്മുടെ കമ്പനിയിലെ 10 ലായേഴ്സ് അദ്ദേഹത്തിന് വേണ്ടി പോരാടുകയാണ്. എന്നാൽ ശ്രുതിയും കൂടി മലേഷ്യയിലേക്ക് പോട്ടെ, അച്ഛനെ വേണ്ട സഹായം ചെയ്തിട്ട് വരട്ടെ. ശരിയാണല്ലോ, അവർ പൊയ്ക്കോട്ടെ എന്ന് ഇളയച്ചൻ പറയുന്നു. അപ്പോൾ ശ്രുതി പെട്ടെന്ന് കണ്ണിറക്കി കാണിക്കുന്നു. അയ്യോ ഇപ്പം പോയാൽ ഇവരെയും പിടിച്ച് ജയിലിലിടും. ഇനി എനിക്കും മലേഷ്യയിലേക്ക് പോകാൻ പറ്റില്ല, എങ്കിൽ എന്നെയും അവർ ജയിലിലിടും. ഞാൻ ഒരുവിധം അവിടുന്ന് ഒളിച്ചിങ്ങ് കടന്നതാണ്. അതാണ് ഞാൻ ഫോൺ സ്വിച്ച് ഓഫാക്കി വച്ചതും നിങ്ങളോട് ആരും സംസാരിക്കാത്തതും. അയ്യോ എൻ്റെ ഇളയച്ച, എന്നെ തനിച്ചാക്കി എൻ്റെ അച്ഛൻ പോയോ എന്ന് പറഞ്ഞിട്ട് ഇല്ല മോളെ വെളിയിലിറങ്ങുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ കരഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അയാൾ ഓടി ശ്രുതിയെ കെട്ടിപ്പിടിക്കാൻ പോകുന്നു. ശ്രുതി അദ്ദേഹത്തിൻ്റെ കാലിലൊരു ചവിട്ട് കൊടുക്കുന്നു. അയ്യോ എന്ന് വിളിക്കുന്നു. എല്ലാവരുമായിട്ട് അയ്യോ എന്താ ഇങ്ങനെ അയ്യോ എൻ്റെ ശ്രുതി മോളെ വിട്ടിട്ട് പോകുന്ന സങ്കടമാണെന്ന് പറഞ്ഞിട്ട് അയാൾ നിൽക്കുന്നു. ശ്രുതി എനിക്ക് അച്ഛനെ കാണണം, സംസാരിക്കണമെന്ന് തോന്നി തുടങ്ങിയപ്പോൾ എൻ്റെ അച്ഛൻ പോയി, അയ്യോ അച്ഛൻ ജയിലിലായി, ഞാനിനി എന്ത് ചെയ്യുമെന്ന് നിലവിളിച്ച് കരയുന്നു. ശ്രുതി ഓടിച്ചെന്ന് സാന്ത്വനിപ്പിക്കുന്നു. സജിക്ക് മാത്രം സംശയം തോന്നുന്നു. ചന്ദ്രയും വന്ന് കരച്ചിൽ നിർത്തുമോളെ, ഇതൊന്നും അറിയാതെയാണ് ഞാൻ നിന്നെ വഴക്ക് പറഞ്ഞത്, സോറി. അയ്യോ മോൾക്ക് സങ്കടം താങ്ങാൻ പറ്റുന്നില്ലല്ലോ, ഞങ്ങളെല്ലാം നിൻ്റെ കൂടെയുണ്ട്, കരയാതെ എന്ന് പറഞ്ഞ് അവളെ തലോടി കൊണ്ട് ആശ്വസിപ്പിക്കുന്നു. സജിയും രേവതിയും തമ്മിൽ സംസാരിക്കുന്നു. എല്ലാം കെട്ടിച്ചമച്ച ഒരു കഥ പോലുണ്ട്. അയാളുടെ ഓരോ സംസാരവും എന്ന് സജി പറയുമ്പോൾ സജിയുടെ എല്ലാം സംശയമാണ്, പാവ അവളുടെ അച്ഛനാണ് ജയിലിൽ കിടക്കുന്നത്, ഒന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു, പാവ ശ്രുതി ഇതെങ്ങനെ സഹിക്കും എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി ഒരു കോഫിയുമായി വരുന്നു. ചന്ദ്ര ദേഷ്യത്തോട് ഞാൻ നിന്നോട് കോഫി ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് ആ കോഫി എടുത്ത് താഴേക്ക് എറിയുന്നു. ഇതുകൊണ്ട് അയാൾ ദേഷ്യപ്പെടുന്നു. എന്താ നിനക്ക് പറ്റിയത് ചന്ദ്രയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ രേവതി അന്തം വിട്ട് നിൽക്കുന്നു. ബാക്കി നാളെ കാണാം. ബൈ.